construction of tangents to a circle from a point outside. വൃത്തത്തിന് പുറത്തുള്ള ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുന്ന രീതി. നമുക്കറിയാം, വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു പോയിന്റിൽ നിന്ന് വൃത്തത്തിലേക്ക് രണ്ട് തൊടുവരകൾ വരയ്ക്കാം. Two tangents can be drawn from a point outside the circle. അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്പ് 1, ഡ്രോ സർക്കിൾ വിത്ത് ഗിവൺ റേഡിയസ്. തന്നിട്ടുള്ള ആരത്തിൽ വൃത്തം വരയ്ക്കുക. സ്റ്റെപ്പ് 2, ജോയിൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ ടു ദ പോയിന്റ് ഔട്ട്സൈഡ്. തന്നിട്ടുള്ള അളവിൽ വൃത്തകേന്ദ്രത്തിന് പുറത്തുള്ള ബിന്ദുവിനെ കേന്ദ്രവുമായി യോജിപ്പിക്കുക. അടുത്ത സ്റ്റെപ്പ്, ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദിസ് ലൈൻ ആൻഡ് ഡ്രോ എ സർക്കിൾ വിത്ത് ദിസ് ലൈൻ ആസ് ഡയമീറ്റർ. ഈ വരയ്ക്ക് ലംബസമഭാജി വരച്ച് ഈ വര വ്യാസമായി വൃത്തം വരയ്ക്കുക. മാർക്ക് ദ പോയിന്റ്സ് വേർ ദ സർക്കിൾ ടച്ചസ് ദ ഗിവൺ സർക്കിൾ. വൃത്തങ്ങൾ കൂട്ടിമുട്ടുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തുക. സ്റ്റേജ് 5, ജോയിൻ ദീസ് പോയിന്റ്സ് ടു ദ പോയിന്റ് ഔട്ട്സൈഡ്. ഈ ബിന്ദുക്കളെ പുറത്തുള്ള ബിന്ദുവുമായി യോജിപ്പിക്കുക. വളരെ എളുപ്പമുള്ള കൺസ്ട്രക്ഷൻ ആണിത്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു കൺസ്ട്രക്ഷൻ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. Draw a circle of radius 3 cm. Mark a point P 8 cm away from the center. Draw tangents from P to the circle and measure its length. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. ഈ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. Pയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ച് നീളം അളന്ന് എഴുതുക. ഓക്കെ, നമുക്ക് ആദ്യം 3 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കാം. അതിനുവേണ്ടി സ്കെയിലും കോമ്പസും എടുത്ത് 3 സെന്റിമീറ്റർ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, 3 സെന്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കും. ഈ സർക്കിളിന്റെ പുറത്തുള്ള പോയിന്റിൽ നിന്ന് ഈ സർക്കിളിലേക്കാണ് നമുക്ക് ടാൻജന്റ് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി സെന്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ സെന്ററിൽ നിന്ന് 8 സെന്റിമീറ്റർ അകലെ നമ്മൾ ഒരു പോയിന്റ് അടയാളപ്പെടുത്തുക. മാർക്ക് എ പോയിന്റ് P 8 സെന്റിമീറ്റർ എവേ ഫ്രം ദ സെന്റർ. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും 8 സെന്റിമീറ്റർ അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. സോ നമുക്ക് 8 സെന്റിമീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം, P. അതിനെ നമ്മൾ ജോയിൻ ചെയ്യും. ഈ പോയിന്റാണ് P. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇപ്പോൾ വരച്ചിരിക്കുന്ന ഈ ലൈൻ സെന്ററിന് നമുക്ക് O എന്ന് കൊടുക്കാം. ഈ ഒരു ലൈനിനെ നമ്മൾ ബൈസെക്ട് ചെയ്യും. സോ ഈ ലൈനിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. ഈ ലൈനിന്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുക്കുക, ആർക്ക് വരയ്ക്കും. മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് കേന്ദ്രമാക്കി ഒരു സർക്കിൾ വരയ്ക്കും. അതിൻ്റെ റേഡിയസ് ഓയിലേക്കോ അല്ലെങ്കിൽ പിയിലേക്കോ എടുക്കുക. എന്നിട്ട് ഒരു സർക്കിൾ വരയ്ക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, രണ്ടാമത് വരച്ചിരിക്കുന്ന സർക്കിൾ ആദ്യത്തെ സർക്കിളിനെ 2 പോയിന്റിൽ മുട്ടുന്നുണ്ട്, കൂട്ടിമുട്ടുന്നുണ്ട്. ആ 2 പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ 2 പോയിന്റ്സിലേക്ക് ഒന്നിന് A എന്നും പേര് കൊടുക്കാം, താഴത്തേന് B എന്നും പേര് കൊടുക്കാം. നമ്മുടെ പുറത്തുള്ള P എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് Aയിലേക്കും Bയിലേക്കും വരയ്ക്കും. So ഇതാണ് PA and PB are required tangents. PAയും PBയുമാണ് വരയ്ക്കേണ്ട തൊടുവരകൾ. ഈ ക്വസ്റ്റിനകത്ത് ഒരു ക്വസ്റ്റിനും കൂടെ ചോദിച്ചിട്ടുണ്ട്. മിക്ക കുട്ടികളും അതിൻ്റെ ആൻസർ എഴുതാതെ പോകും. കൺസ്ട്രക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകലാണ് പതിവ്. അങ്ങനെ ചെയ്യരുത്. ക്വസ്റ്റ്യൻ വായിക്കുക. ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് മെഷർ ഇറ്റ്സ് ലെങ്ത്, അതിൻ്റെ നീളം അളന്നെഴുതുക.
അപ്പം നമുക്ക് പി എയും പി ബിയും ഒരേ നീളത്തിലുള്ളതാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൃത്തത്തിന്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരച്ചാൽ അവയുടെ നീളം തുല്യമായിരിക്കും. ദ ടാൻജൻസ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ടു എ സർക്കിൾ ആർ ഓഫ് സെയിം ലെങ്ത്. അപ്പം നമുക്ക് അതിന്റെ ലെങ്ത് നമുക്ക് മെഷർ ചെയ്ത് എഴുതാം. 7.5 സെന്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കാണാം. നമുക്ക് എഴുതാം പി എ ഇസ് ഈക്വൽ ടു പി ബി ഇസ് ഈക്വൽ ടു 7.5 സെന്റിമീറ്റർ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് മെഷർ ചെയ്യുമ്പം കറക്റ്റ് നമ്മൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് റേഡിയസ് ആണ്. റേഡിയസ് ഇവിടെ തന്നിട്ടുണ്ട്, എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. ഈ ലെങ്ത് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് നിങ്ങൾക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കും. ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഇതാണ് ഹൈപ്പോട്ടന്യൂസ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ, അതായത് ടാൻജന്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 90 ഡിഗ്രി. സോ 8 സ്ക്വയർ ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ. ഈ രീതിയിൽ നമുക്ക് 7.5ലേക്ക് എത്താം. Textbook problem, page number 175. A point is marked 5 centimeters away from the center of a circle of radius 2 centimeters. Draw the pair of tangents to that circle from this point. ആരം 2 സെന്റിമീറ്റർ ആയ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെ ബിന്ദു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബിന്ദുവിൽ നിന്ന് വൃത്തത്തിന് 2 തൊടുവരകൾ വരയ്ക്കുക. അപ്പം നമുക്ക് ആദ്യം 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കണം. 2 സെന്റിമീറ്റർ നമ്മൾ കോമ്പസിൽ എടുക്കുക. ആ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കും. ഓക്കെ, സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. സെന്ററിൽ നിന്ന് 5 സെന്റിമീറ്റർ അകലെയായിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. സോ ആ പോയിന്റിനെ സെന്ററിനെയും കൂടെ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു വര വരയ്ക്കും. സോ ഇത് സെന്റർ, പുറത്തുള്ള പോയിന്റിന് പി എന്ന് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് ഒ പിയെ ബൈസെക്ട് ചെയ്യും. ഒ പിയുടെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കും. ഈ മിഡ് പോയിന്റ് കേന്ദ്രമാക്കി വേറൊരു സർക്കിൾ വരയ്ക്കും. ഒയിലേക്കുള്ള ഡിസ്റ്റൻസോ അല്ലെങ്കിൽ പിയിലേക്കുള്ള ഡിസ്റ്റൻസോ നമുക്ക് എടുക്കാം. അത് റേഡിയസ് ആണ്. രണ്ടാമത് വരച്ച സർക്കിൾ ആദ്യം വരച്ച സർക്കിളിനെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നോട്ട് ചെയ്യാം. ഒന്ന് എയും ഒന്ന് ബിയും. പിനെ എയുമായും ബിയുമായും ജോയിൻ ചെയ്യും. So PA and PB are required tangents. SSLC 2018 3 marks in the question. Draw a circle of radius 3 cm. Mark a point 7 cm away from its center. Draw the tangents to the circle from this point. 3 സെന്റിമീറ്റർ ആരമുള്ള വൃത്തം വരയ്ക്കുക. കേന്ദ്രത്തിൽ നിന്നും 7 സെന്റിമീറ്റർ അകലെ ഒരു ബിന്ദു അടയാളപ്പെടുത്തി ആ ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. 3 സെന്റിമീറ്റർ റേഡിയസിൽ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, ഈ സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ ദൂരത്തിലാണ് പോയിന്റ് മാർക്ക് ചെയ്യേണ്ടത്. സോ സെന്ററിൽ നിന്ന് 7 സെന്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരയ്ക്കുക.
ഇത് പി എന്ന് കൊടുക്കാം, സെൻറ്ററിന് ഒ എന്ന് കൊടുക്കാം. ഇനി ഒ പിയെ ബൈസെക്ട് ചെയ്യാം. ഒ പിയുടെ ലെങ്തിൻ്റെ പകുതിയിൽ കൂടുതൽ എടുത്ത് ആർക്ക് വരയ്ക്കുക. മിഡ് പോയിന്റ് മാർക്ക് ചെയ്യാം. ആ പോയിന്റ് സെൻറ്റർ ആക്കി ഒയിലേക്കോ പിയിലേക്കുള്ള ലെങ്ത് റേഡിയസ് ആക്കി വേറൊരു സർക്കിൾ വരയ്ക്കും. രണ്ടാമത്തെ സർക്കിൾ ആദ്യത്തെ സർക്കിളിനെ മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആക്കി. പി എന്ന് പറഞ്ഞ പോയിന്റിനെ ഇപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന എയുമായും ബിയുമായും ജോയിൻ ചെയ്യും. So PA and PB are required tangents. Textbook exercise question number 2, page number 163. Draw a picture of all sides of a rhombus or tangents to a circle. സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളെല്ലാം വൃത്തത്തിന്റെ തൊടുവരകളായി വരുന്ന ചിത്രം വരയ്ക്കുക. അപ്പം ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൻ്റെ പുറത്ത് നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കണം. അതൊരു റോംബസ് ആകുന്ന വിധത്തിൽ. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്താൽ മതി. സർക്കിളിൻ്റെ പുറത്ത് ഒരു നിശ്ചിത അകലത്തിൽ 2 പോയിന്റ്സ് വലത്തോട്ടും ഇടത്തോട്ടും മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് 2 ടാൻജൻസ് വരയ്ക്കുക. ഈ പോയിന്റിൽ നിന്നും 2 ടാൻജൻസ് വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ അത് ജോയിൻ ചെയ്യും. അപ്പോൾ ആ കിട്ടുന്നത് എന്തായിരിക്കും? ഒരു റോംബസ് ആയിരിക്കും. കാരണം ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഈ ലെങ്ത്തും സെയിം ആയിരിക്കും. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ മെഷർമെൻറ്റ്സ് ഒന്നും തന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കും. അപ്പോൾ നമുക്കൊരു 4 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കും. അപ്പോൾ ഇവിടെ ഞാൻ 3 സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്തിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കും. ഇങ്ങനെ റോംബസ് വരയ്ക്കാൻ ചോദിച്ചാൽ, സമഭുജ സാമാന്തരികം വരയ്ക്കാൻ ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സാധാരണ എക്സാമിന് ചോദിച്ചിട്ടുള്ളതല്ല, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഇവിടെ ചെയ്തത്. അപ്പം നമുക്ക് സെൻറ്റർ മാർക്ക് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോയിന്റ് മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. 6 സെൻറ്റിമീറ്റർ അകലത്തിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. ലെഫ്റ്റ് സൈഡിലേക്കും 6 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വരയ്ക്കും. ഓക്കെ, അപ്പം ഇതിന് പി എന്നും ഇതിന് ക്യൂ എന്നും കൊടുക്കാം. ഇത് ഒ. ഒ പിയെ ബൈസെക്ട് ചെയ്യാം. അതേപോലെ ഒ ക്യൂവിനെ ബൈസെക്ട് ചെയ്യാം. ഓക്കെ, ഒ പിയെ ബൈസെക്ട് ചെയ്യാൻ ഒ പിയുടെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കും. ഓക്കെ, അങ്ങനെ ഒ പിയുടെ മിഡ് പോയിന്റ് കണ്ടെത്തും. ഈ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം. അതേപോലെ തന്നെ ഒ ക്യൂവിനെ ബൈസെക്ട് ചെയ്യാം. ഒ ക്യൂവിൻ്റെ പകുതിയിൽ കൂടുതൽ ലെങ്ത് എടുത്ത് ആർക്ക് വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ പോയിന്റ് മാർക്ക് ചെയ്യും. ഇനി ഒ പിയുടെ മിഡ് പോയിന്റ് സെൻറ്റർ ആക്കി ഒയിലേക്കുള്ള ലെങ്ത് റേഡിയസ് ആക്കി ഒരു സർക്കിൾ വരയ്ക്കും.
അതേപോലെ തന്നെ ഒ ക്യൂടെ മിഡ് പോയിന്റ്, ഒയിലേക്കുള്ള ലെങ്ത് മെഷർ ചെയ്ത് അവിടെ ഒരു സർക്കിൾ വരയ്ക്കും. സോ ആദ്യത്തെ സർക്കിളിനെ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് സർക്കിൾസ് നിങ്ങൾക്ക് കാണാം. ഒന്ന് റൈറ്റ് സൈഡിലും ഒന്ന് ലെഫ്റ്റ് സൈഡിലും. റൈറ്റ് സൈഡിലുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിലെ സർക്കിൾസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അതിനെ പുറത്തുള്ള പോയിന്റ്സുമായിട്ട് ജോയിൻ ചെയ്യും. ഇനി ഒരു റോംബസ് ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ നമുക്ക് പി ക്യു ആർ എസ്. സോ പി ആർ ക്യു എസ് ഈസ് ദ റിക്വയർഡ് റോംബസ്.